എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കാറിൽ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെലികോപ്റ്റർ പ്ലെയിൻ എന്തെങ്കിലും വയ്ക്കണമെന്ന്. അങ്ങനെ ഞാൻ എന്തെങ്കിലും ആമസോണിൽ സാധനം ഓർഡർ ചെയ്ത് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്, അതെന്താണെന്ന് നമ്മൾ നോക്കാം. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. അതിനകത്ത് നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട്. വളരെയധികം കെയർഫുള്ളായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം. സോളാർ ലൈറ്റ് എത്തുമ്പോൾ ലീഫ് ഇറങ്ങുന്നതാണ്. ഇതിൻ്റെ കൂടെ മണത്തിന് വേണ്ടി ഒരു ബോട്ടിലുണ്ട്. അതിനകത്ത് ഒഴിച്ചിട്ട് ഒരു ഡാഷ്ബോർഡിൽ ഇത് വെച്ച് ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കാലിൽ ഫിറ്റ് ചെയ്തിട്ട് നോക്കാമേ. ഇനി മുന്നാടിയായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. സൺലൈറ്റിലോട്ടൊന്ന് കാണിക്കാം. സൂര്യപ്രകാശം അടിച്ചതേ ഉള്ളൂ, സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കാറിനകത്ത് സെറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ കാറിൽ എവിടെ വയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുക, എങ്ങനെ വയ്ക്കണം എന്നുള്ളത്. ഞാൻ എന്തായാലും ഇവിടെ വയ്ക്കാമെന്ന് തീരുമാനിച്ചു. ഇനി വെളിയിൽ വന്ന് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ വെളിയിലിറങ്ങി നോക്കി. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുന്നത് തന്നെയാണ് ഭംഗി. ഇനി നമുക്ക് ആദ്യമേ പഴയ സാധനത്തിനങ്ങ് എടുത്ത് ഒഴിവാക്കാം. ഇനി ഇത് വന്നാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഒട്ടിക്കാനാണ്. ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. ഇതിനതിന് കെയർഫുള്ളായിട്ട് ഒട്ടിക്കാണ് വേണ്ടത് അടുത്ത്. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് സ്റ്റിക്കർ ഇളക്കിയിട്ട് ഒട്ടിച്ച്. ഇപ്പം ഞാൻ തന്നെ ചെയ്യണം, ഞാൻ തന്നെ വീഡിയോ എടുക്കണോണ്ടാണ് എങ്ങനെ ഒട്ടിക്കാൻ കാണിക്കാൻ പറ്റാത്തത്. നമ്മൾ ചാനലൊക്കെ ഒന്ന് മെച്ചപിടിച്ചിട്ട് ഒരു അസിസ്റ്റൻറ്റിനെ വെച്ച് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യാം. എന്തായാലും ആ ഒരു വെള്ള സ്റ്റിക്കർ നമ്മൾ ഇതിൽ നിന്ന് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഉള്ള പശയുള്ള സാധനം ഇളക്കി കളയാതെ ശ്രദ്ധിച്ചെടുത്ത് ഒട്ടിക്കണം എന്നുള്ളൂ. ഇനി ഈ സൈഡിലെ വെള്ള ഇതും കൂടെ ഇളക്കിയിട്ട് നമുക്കവിടെ ഒട്ടിക്കാം. പറഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോൾ അതിൽ ഗ്ലാസ് പോലത്തെ സാധനം ഇരിക്കണം, അതിലാണ് പശ ഉള്ളത്. അതിനെ ഇളക്കി കളഞ്ഞ കളയില്ല. ഇളക്കി നമുക്കിനി അവിടെ ഒട്ടിച്ചാൽ മാത്രം മതി. പ്രോപ്പർ ലൊക്കേഷൻ നോക്കി ഇനി ഒട്ടിക്കണം. അതെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി. നമ്മൾ വണ്ടി ഇറങ്ങുന്നിടത്ത് സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കറങ്ങാത്തത്. ഇനി അതിനകത്ത് നമ്മൾ മെയിനായിട്ട് സംഭവം ചെയ്തിട്ടില്ല പെർഫ്യൂം. ഇപ്പോൾ പെർഫ്യൂം ഇങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്ക് അത് ലോക്കളാവും. എന്നിട്ട് അതിനകത്ത് പെർഫ്യൂം ഒഴിക്കുകയാണ് വേണ്ടത്. പെർഫ്യൂം ഇതിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം എടുത്തില്ലെങ്കിൽ നമ്മളടുത്ത് വെക്കുന്ന സമയത്ത് ചിലപ്പം അലവൻ്റ് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ആ സാധനം ഞാൻ എടുത്ത് ഇതിലാണ് നമ്മൾ പെർഫ്യൂം ഒഴിക്കാനുള്ള. അതായത് നമ്മൾ ആ ബോട്ടിൽ നിന്ന് ആ ഫില്ലർ ഉപയോഗിച്ച് അതിൽ നിന്നെടുത്ത് അതിനകത്ത് ഒഴിക്കണം. തുറന്നിട്ട് ഇതുപയോഗിച്ച് തന്നെ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ സാധനം വേസ്റ്റായി പോകും. കമർത്താൻ നിൽക്കല്, വേസ്റ്റാവാൻ ചാൻസ് ഉണ്ട്. നമ്മളിതെല്ലാം ഒഴിച്ച് അപ്പോൾ അതിനകത്ത് ഇത് നനവ് പിടിച്ചാണ് ഇരിക്കുന്നത്. വയ്ക്കുക, ഇതെടുത്ത് കറക്കി വയ്ക്കുക. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മളിത്. ഇനി നമുക്കിനി സൺലൈറ്റിൽ കൊണ്ടുപോയി കറങ്ങുകയും ചെയ്യുമ്പോൾ നല്ല മണം വരും. അതുകൊണ്ട് നമുക്ക് നോക്കാം.